നമസ്കാരം. അപ്പോൾ ഇന്ന് വളരെ വലിയ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഒന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. പകരം കേരളത്തിലെ ജനങ്ങളെ ഒന്ന് കൊതിപ്പിക്കുക, അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കിറ്റ് കിട്ടിയാൽ വോട്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ സ്വഭാവം. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയെക്കുറിച്ച് പറയാം. ഇത് പരമാവധി പുരുഷന്മാരിലോട്ട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. കാരണം അവര് ഓൾറെഡി അന്ധവിശ്വാസത്തിലാണ്. രണ്ട് മുന്നണികളിലായിട്ട് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ്. പക്ഷേ വനിതകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി ചിന്തിക്കാം. കാരണം ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ കേരളത്തിലെ ആവശ്യകതയെക്കുറിച്ച് കൂടിയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്. ആ കേന്ദ്രത്തിന്റെ പദ്ധതി നമ്മളുടെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് DBT സ്കീം എന്ന് പറയും, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതാണ്. അതായത് ഉപഭോക്താക്കളോ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ ആരാണോ, ഒരു സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ആരാണോ അവരിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന ഒരു സ്കീമാണ് ഈ DBT എന്ന് പറയുന്നത്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ അത് നടപ്പിലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർഷകർക്ക് 6000 രൂപ വർഷത്തിൽ കൊടുക്കുന്ന ഒരു പദ്ധതി, അത് നേരിട്ട് അവരിലേക്കാണ് എത്തുന്നത്. അല്ലാതെ കേരളത്തിലത്തെ പോലെ എന്താണ് പെൻഷൻ കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അത് നേരെ സഹകരണ ബാങ്കിലോട്ട് പോകുന്നു. എന്നിട്ട് സഹകരണ ബാങ്കിലെ ഫീൽഡ് ഓഫീസർമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ നേരിട്ട് അമ്മമാരെയും അച്ഛന്മാരെയും കണ്ട് ഈ നോട്ട് എണ്ണിക്കൊടുക്കുന്നു, എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് ഈ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം 100-200 കമ്മീഷനായിട്ട് ഈ പാർട്ടിയുടെ ഫണ്ടിലേക്ക് വാങ്ങുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ പല സ്ഥലത്തും ഇത് കാണാറുണ്ട്. ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. 100-200 ആ പിച്ചച്ചട്ടിയിൽ നിന്ന് വാരുന്ന ഒരു പാർട്ടിയാണ് നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തില്. അപ്പൊ അങ്ങനെയുള്ള ഒന്നുമല്ല. മാത്രമല്ല, ഈ കിറ്റ് സംവിധാനം ആണല്ലോ കേരളത്തില്. പിന്നെ കേരളത്തില് ഇതുപോലത്തെ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുമോ? കാരണം ഇതെല്ലാം സംസ്ഥാന പദ്ധതികളാണ്. അല്ലാണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട്. പിന്നെ ഡബിൾ എഞ്ചിൻ സർക്കാർ ആയതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അതായത് നരേന്ദ്രമോദിയുടെ ആ ഒരു വിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നു എന്നുള്ളതൊക്കെ ഉള്ളൂ. നമ്മളുടെ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കില്ല 100% നടക്കില്ല. കാരണം കേരളത്തിൽ ആകെ വരുമാനമുള്ളത് എന്താ? നമ്മളുടെ ലോട്ടറി വിൽപ്പനയിലൂടെയുള്ള വരുമാനം, പിന്നെ ഒരു ബിവറേജസും ഉണ്ട്. അതായത് പുരുഷന്മാര് കുടിക്കണം, പുരുഷന്മാര് ലോട്ടറി എടുത്ത് നശിക്കണം. ഇങ്ങനെ മാത്രമേ കേരളത്തിന്റെ ഖജനാവിലോട്ട് പണം വരുള്ളൂ. ആ പണത്തില് ഭൂരിഭാഗവും ഈ നമ്മളുടെ രാഷ്ട്രീയക്കാർക്ക് തന്നെ, അതായത് ജനപ്രതിനിധികൾ എന്ന് പറയുന്നവർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും വീതിച്ചു കൊടുക്കാനേ ഉള്ളൂ. പിന്നെ പെൻഷൻ കൊടുക്കാൻ കാശ് വേറെ എടുക്കണം. റോഡ് പണിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനും കടമെടുക്കണം. അങ്ങനെ കടം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി UDFO LDFO കേരളത്തിൽ ഭരണത്തിൽ ഇനിയും വന്നാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൊതിപ്പിക്കുക എന്ന് പറഞ്ഞത്. കൊതിപ്പിക്കൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഈ DBT സ്കീമിൽ ഏറ്റവും റീസെന്റ് വന്നിരിക്കുന്ന ഒരു സ്കീം ആണ് ഇപ്പൊ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതായത് ബീഹാറിൽ 75 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ ഒറ്റ ദിവസം ട്രാൻസ്ഫർ ചെയ്തു. അതായത് 10,000 രൂപ വീതം വെച്ച്. അതായത് മൊത്തത്തിൽ 7,500 കോടി രൂപയുടെ ഒരു പദ്ധതിയാണിത്, തുടക്കത്തിൽ എന്ന് പറയുന്നത്. അതായത് ഈ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി, അതായത് കൃഷിയാവാം, തയ്യലാവാം, അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണമാവാം, അല്ലെങ്കിൽ മൃഗസംരക്ഷണമാകാം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഒരു ആരംഭം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് 10,000 രൂപ കൊടുക്കുന്നു. അതായത് ഇത് ഇലക്ഷന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് നടപ്പിലാക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല കാര്യം. ഇത് വ്യക്തമായിട്ട് നേരത്തെ തന്നെ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ച് ആ ആപ്ലിക്കേഷനിൽ യോഗ്യതയുള്ളവർക്ക് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. 60 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഇത് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് 10,000 രൂപ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമല്ല, ഈ പറഞ്ഞ തയ്യലും കൃഷിയും മൃഗസംരക്ഷണവും ഇതൊക്കെ എന്താണ് പരിശീലനം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിദഗ്ധരുടെ പരിശീലനം നൽകാനുള്ള ഒരു പദ്ധതി. ഇനി പ്രൊഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിൽക്കാനുള്ള ഒരു പദ്ധതി കൂടി രൂപീകരിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ സ്വയം അറിയാമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ, എന്നിട്ട് ആ പ്രോഡക്ട്സ് നിങ്ങൾ തന്നെ സഞ്ചിയിലാക്കി വിറ്റോ. ഇവിടെ കുടുംബശ്രീക്കാരൊക്കെ വെക്കുന്നത് കാണാറുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വെള്ള പേപ്പറിൽ എഴുതി 1/4 കിലോ 200 ഗ്രാം എന്നൊക്കെ പറഞ്ഞ് മുളക് പൊടിയും അതും ഇതൊക്കെ വിൽക്കുന്നത്, സഞ്ചിയിൽ തൂക്കിക്കൊണ്ട് കടന്ന്. ഇതുപോലെയല്ല വിൽക്കാനുള്ള
പരിപാടി വരെ റെഡിയാക്കിയതിന് ശേഷമാണ് ഈ സ്കീം തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ പേര് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്നാണ് ആ ഒരു പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇത് സക്സസ് ആയാൽ ഈ 75 ലക്ഷം സ്ത്രീകളും ഈ 10,000 രൂപ വെച്ച് ഒരു ചെറിയ രീതിയിലെങ്കിലും അത് തുടങ്ങി വിജയത്തിലെത്തിയാൽ അവർക്ക് പിന്നീട് കിട്ടാൻ പോകുന്നത് 2 ലക്ഷം രൂപ വരെയാണ്. അപ്പോ ഇത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതിയാണ്. പ്രധാനമായിട്ടും നമ്മളുടെ ഇന്ത്യയിൽ, ഇപ്പൊ കേരളത്തിൽ തന്നെ അറിയാം, എത്രയോ കള്ളുകുടിയന്മാരുണ്ട്. ഒരു പണിക്കും പോവാതെ ചുമ്മാ ആൽത്തറയിൽ ഇരിക്കുന്നവരുണ്ട്, ബസ് സ്റ്റോപ്പുകളിൽ ഇരിക്കുന്നവരുണ്ട്. ഒരു ആഴ്ചയിൽ 2 ദിവസം പണിക്ക് പോയാൽ ആ കാശ് വെച്ച് ബാക്കി 5 ദിവസം വെള്ളമടിച്ച് നടക്കുന്ന പുരുഷന്മാരുണ്ട്. അങ്ങനെ ധാരാളം പേരുണ്ട്. എത്രയോ സ്ത്രീകൾ അതിന്റെ കഥകൾ എന്ന് പറയുന്നത് ഈ TV ചാനലൊക്കെ വന്നിരുന്ന് പറയുന്നത് കാണാറുണ്ട്. എന്നിട്ട് പോരാടി നേടിയ വിജയം എന്നൊക്കെ പറയും, ഭർത്താവ് സഹായത്തിനില്ലാതെ എന്നൊക്കെ പറയുന്ന, അത് കേരളത്തിലും ഇതുപോലെ തന്നെയാണ്. അപ്പോ ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് സ്ത്രീകളിലൂടെയാണ്, ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പദ്ധതികളാണ് മോദി നടപ്പിലാക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ ഒരു പദ്ധതി ഇപ്പൊ 10,000 കൊടുത്താൽ അത് വിജയിച്ച് സ്ത്രീകള് ആ സംരംഭം വിജയിപ്പിച്ച് കാണിച്ചാൽ 2 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ഇപ്പോ ബീഹാറിൽ ഇന്നലെ നടപ്പിലാക്കി. അങ്ങനെ 7,500 കോടി രൂപ 75 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്കായിട്ട് പോയി. ഇതേപോലെ മറ്റ് സംസ്ഥാനങ്ങളും ചെയ്യുന്നത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്നത്, ഇതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന പദ്ധതികൾ എന്ന് പറയുന്നത്, ഇപ്പോ എന്താണ്, ഹരിയാനയിൽ ഇതുപോലെ ഒരു പദ്ധതി ഉണ്ട്, ലഡോ ലക്ഷ്മി യോജന. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ഡൽഹിയിലുണ്ട് മഹിളാ സമൃദ്ധി യോജന, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് ധനസഹായം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ജാർഖണ്ഡില് മയ്യ സമ്മാൻ യോജന, അമ്മമാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അതായത് പ്രസവം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല ശാരീരിക പ്രശ്നങ്ങൾ അമ്മമാർ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ചികിത്സ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ മധ്യപ്രദേശിലുണ്ട് ലഡ്ലി ബഹന യോജന, വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങൾ, അതായത് വീട്ടുചെലവ് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവം, അല്ലാതെ ചുമ്മാ ഓണക്കാലം വരുമ്പോൾ ഒരു കിറ്റ് കൊടുക്കുക അതുപോലെയുള്ള പദ്ധതിയൊന്നും അല്ല. എല്ലാ മാസവും വീട്ടാവശ്യത്തിനുള്ള പണം കൊടുക്കുക എന്നുള്ളതാണ്. വീട്ടുചെലവ് നടത്തിക്കൊണ്ടുപോവുക, പട്ടിണി കിടക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശം. അതേപോലെ തന്നെ മഹാരാഷ്ട്രയ്ക്കുണ്ട് ലഡ്കി ബഹിൻ യോജന, പെൺകുട്ടികൾക്ക് നേരിട്ടുള്ള സഹായമാണ് അതിലൂടെ കൊടുക്കുന്നത്. അങ്ങനെ ഡബിൾ എഞ്ചിൻ സർക്കാർ നടന്നു പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ധാരാളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലുള്ളവർക്ക് വടക്കോട്ട് നോക്കി കുറെ കുറ്റം പറയാം എന്നുള്ളതല്ലാതെ പ്രബുദ്ധ കേരളം മാറ്റി ചിന്തിക്കുന്ന അവസ്ഥ വരുമോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. കാരണം ഇവിടെ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടും കാര്യമില്ല. കുറെ സാമുദായിക സംഘടനകൾ, കുറെ വോട്ട് ബാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ കുറെ തീവ്രവാദി ഗ്രൂപ്പുകളുടെ പാർട്ടികളുണ്ടല്ലോ, അവര് വോട്ട് മറിച്ച് കാശ് മേടിക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമാണ് നടത്തുന്നത്. അവരുടെ ഒരു സ്ഥാനാർത്ഥി പോലും ജയിക്കില്ല. അങ്ങനെ സാധാരണക്കാര് നല്ലതിന് വേണ്ടി വോട്ട് ചെയ്താൽ പോലും അത് ഇലക്ഷനിൽ പ്രതിഫലിക്കാത്ത ഒരു അവസ്ഥയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാമ്പുറത്തുള്ള കളികൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ കേരളത്തിൽ. അപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം, അതിനെ മാറ്റിമറിച്ച ഉദാഹരണം എന്ന് പറയുന്നത് തൃശ്ശൂരിലേതാണ്. സ്ത്രീകൾ മാറ്റി ചിന്തിച്ചതാണ്. പുരുഷന്മാര് എത്ര കേഡർ വോട്ടുകൾ മറിച്ചു കുത്താൻ ശ്രമിച്ചാലും അതിനെ പ്രതിരോധിച്ച് യഥാർത്ഥത്തിൽ അർഹതയുള്ളവൻ ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സ്ത്രീകൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള പദ്ധതികൾ കിട്ടണം. നിങ്ങൾക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തണം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വരുമാനം കയ്യിലെത്തണം എന്നുണ്ടെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ മാത്രമാണ് ഒരു പ്രതിവിധി. അതിന് സ്ത്രീകൾ മാറ്റി ചിന്തിക്കണം. അവരിലേക്കാണ് ഈ ഒരു ന്യൂസ് എത്തിക്കേണ്ടത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്.